കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായിട്ടും കാണുക. പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ശരിയാകുന്നില്ല എങ്കിൽ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഇതിൽ നമുക്ക് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു പാലപ്പം നമുക്ക് റെഡിയാക്കാം. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ അപ്പത്തിൽ ചേർക്കുന്ന പോലെ ഈസ്റ്റ്, സോഡാപ്പൊടി ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കുന്നില്ല. എന്നിട്ടും നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള പാലപ്പം റെഡിയാണ്. ഇതിൽ നമ്മൾ നല്ല ടിപ്സൊക്കെ പറയുന്നുണ്ട്. ഓരോ ടിപ്സ് മാത്രമല്ല, 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പൊങ്ങി വരുന്ന നല്ലൊരു പാലപ്പം റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. ഈ കപ്പിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവ് അനുസരിച്ച് ബാക്കി എല്ലാം എടുക്കാം. ഞാനിപ്പോൾ ഈ കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പച്ചരി ഇഡ്ഡലി പച്ചരിയാണ്. ഇഡ്ഡലി പച്ചരി നമുക്ക് സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ ഇഡ്ഡലി പച്ചരിയാണ്. ഞാനിപ്പോൾ 2 കപ്പ് ഇഡ്ഡലി പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിനാണെങ്കിലും കപ്പിനാണെങ്കിലും അതനുസരിച്ച് നമുക്ക് കറക്റ്റാക്കി 2 കപ്പ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 കപ്പ് ഇഡ്ഡലി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് ഇഡ്ഡലി പച്ചരിക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിനാണ് 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കാൻ. കാരണം നമുക്ക് അതിൻ്റെ വെള്ളം അരയ്ക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ അരി നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കണം. ഫ്രീസറിലല്ല കേട്ടോ, സാധാരണ ഫ്രിഡ്ജിൽ താഴേക്ക് വയ്ക്കുക. അങ്ങനെ വെച്ചാലാണ് നമുക്കിത് അരയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ചൂടാവാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അരി 4 മണിക്കൂർ നേരം നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് വയ്ക്കുക. ഇനി നമുക്കിതിലെ മെയിനായിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാവെള്ളം. ഇപ്പോൾ ഞാനിത് കുറച്ച് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 തേങ്ങയിൽ നിന്നാണെങ്കിലും 1/4 കപ്പ് തേങ്ങാവെള്ളം ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ എടുത്ത് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ തേങ്ങാവെള്ളത്തിൽ ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇത്രയും തേങ്ങാവെള്ളം തന്നെ എടുക്കണം. ഇനി നമുക്കിത് പഞ്ചസാര ചേർത്ത് വെച്ച് വൈകുന്നേരം ആകുന്നത് വരേക്ക് ഇത് വെക്കാം. അങ്ങനെ നമുക്ക് തേങ്ങാവെള്ളം പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇങ്ങനെ തേങ്ങാവെള്ളം ചേർക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഈസ്റ്റ്, സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരി കുതിരാനായിട്ട് വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വെള്ളയപ്പം നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ കപ്പി കാച്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുതിരാനായിട്ട് വെച്ച വെള്ളമാണ്. ആ വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴല്ലേ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ തേങ്ങ വെള്ളമൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച ശേഷം 8 മണിക്കൂർ നേരം നന്നായിട്ടൊന്ന് പൊങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്താൽ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് കിട്ടുള്ളൂ. മൂടി വെച്ച ശേഷം രാവിലെ ആയിട്ട് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഈസ്റ്റ്, സോഡാപ്പൊടി ഇട്ടാലും ഇത്രയും പൊങ്ങി വരില്ല. ഇതാ കണ്ടില്ലേ, ഇതൊന്നും ഇടാതെ തന്നെ നമുക്കിത് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാവെള്ളമൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. 1/4 കപ്പ് തേങ്ങാവെള്ളം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
ഇനി നമുക്ക് അപ്പത്തിൻ്റെ ബാറ്റർ നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക. അധികം കട്ടിയായി പോവരുത്, എന്നാൽ അധികം ലൂസായി പോവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കാൻ നേരം മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഉള്ളി ചതച്ചതും 5-6 ജീരകവും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉള്ളിയും ജീരകവും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് തലേദിവസം അരി അരക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും 5-6 ജീരകവും കൂടെ അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ നേരത്തെ ചെറിയ ഉള്ളിയും 5-6 ജീരകവും കൂടെ ചതച്ചെടുത്ത് നമ്മുടെ ബാറ്ററിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മാവ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം കൊണ്ടിട്ട് വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മിക്സി ചൂടാവാതെ ഇരിക്കും. ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ പൊങ്ങി വരും. ഉണ്ടാക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അതിന് ശേഷം ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് കുറച്ച് കൊടുക്കണം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചിറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 സെക്കൻഡ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി വെള്ളയപ്പം റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.